നമസ്തേ. അസ്ട്രോ ക്ലാരിയോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം കൂടോത്രം. അപ്പം നമ്മുടെ നാട്ടിൽ പലരും ഭയപ്പെടുന്നൊരു വിഷയമാണ് കൂടോത്രം ചെയ്തു എന്നുള്ളത്. ഒരു അന്ധവിശ്വാസമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചില കഷ്ടതകൾ, ദുരിതങ്ങൾ നിരന്തരം അനുഭവിച്ചു വരുമ്പോൾ അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് സംശയിക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലോ കുറച്ച് കുങ്കുമം, കുറച്ച് പൂക്കൾ, മുട്ട, കോഴിത്തല ഇങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ പലരും പല സാധനങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കാം. പിന്നെ നാണയങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അങ്ങനെ പല വിധത്തിലുള്ള സാധനങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയും നമുക്ക് നിരന്തരം കഷ്ടതകളും ദുരിതങ്ങളും ഉണ്ടാവുകയും ചെയ്യുമ്പോൾ സംശയങ്ങൾ കൂടിക്കൂടി വരും. അന്ധവിശ്വാസമാണോ എന്ന് നമുക്ക് തന്നെ സംശയം തോന്നും. പക്ഷേ ദുരിതങ്ങളും കഷ്ടപ്പാടും കാണുമ്പോൾ ഇതിലെന്തോ ഇല്ലേ എന്ന് തോന്നും. നമ്മുടെ വീട്ടുകാർ നമുക്കൊരു ജ്യോത്സ്യനെ പോയി കാണാം, പ്രശ്നം വെച്ച് നോക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് വീട്ടിലെ സ്ത്രീകൾ സ്വാഭാവികമായിട്ട് പറയും. പുരുഷന്മാർ അതിൽ വകവയ്ക്കാറില്ല. ചിലപ്പോൾ ഇച്ചിരി കമ്മ്യൂണിസവും യുക്തിവാദമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒട്ടും ചെയ്യില്ല. ഭക്തനാണ് എന്നാൽ ഞാൻ അന്ധവിശ്വാസിയൊന്നും അല്ല എന്ന് പറഞ്ഞു കിടക്കുന്ന കുറച്ച് പേരുണ്ട്. ഇതിൽ ഏത് കാറ്റഗറിയിൽ വേണമെങ്കിലും പെടാവുന്നതാണ്. പക്ഷേ ദുരിതം നിരന്തരം നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. നമുക്കറിയാൻ വയ്യാത്ത പല മേഖലയിലൂടെ അടി കിട്ടിക്കൊണ്ടേയിരിക്കും. ആരടിച്ചെന്ന് മനസ്സിലാകുന്നില്ല, പക്ഷെ അടി കിട്ടുന്നുണ്ട്. എവിടെ കാലെടുത്ത് കുത്തിയിരുന്നാലും പാതാളത്തിൽ വീഴുന്ന അവസ്ഥ, ഒരു സഹായവും ചുറ്റുപാടുന്ന് കിട്ടാത്ത അവസ്ഥ, കടം ചോദിച്ചാൽ കിട്ടൂല, വാങ്ങിച്ച കടത്തിന് മനസമാനം ഇല്ലാത്ത അവസ്ഥ, ബിസിനസ്സിൽ പരാജയം, രോഗങ്ങൾ, കുട്ടികളുടെ വിദ്യാഭ്യാസ തടസ്സം, വിവാഹ തടസ്സം. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ അനേകം പേർക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പരിചയത്തിലുള്ള ചിലർ പറയും ഇത് ചിലപ്പോൾ കൂടോത്രമായിരിക്കാം. ഇപ്പം കൂടപത്രം എന്തെന്ന് ശാസ്ത്രീയമായിട്ട് നമുക്ക് തിരിച്ചറിയണം. ആ വാക്കുണ്ടായിരിക്കുന്നത് ഗൂഢപത്രിക എന്ന വാക്കിൽ നിന്നാണ്. ഗൂഢപത്രിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദത്തിൻ്റെ സിസ്റ്റമാണ്. ഇപ്പോൾ ആയുർവേദത്തിൽ ഒരു രോഗി ചെന്ന് കഴിഞ്ഞാൽ എല്ലാ മേഖലയിൽപ്പെട്ട സ്പെഷ്യലിസ്റ്റുകളും പരിശോധിച്ച് ഒരുമിച്ചിരുന്ന് തയ്യാറാക്കുന്ന ഒരു പത്രികയുടെ പേരാണ് ഗൂഢപത്രിക എന്നുള്ളത്. അത് പിന്നെ നമ്മുടെ ഭാഷയിൽ കൂടോത്രം ആയിത്തീർന്നതാണ്. എന്നാൽ ഈ കൂടപത്രിക ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂടോത്രം തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷെ ആ വാക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ചില ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് കൂടോത്രമൊന്നും ആകില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കെതിരെ ഒന്ന് ചെയ്ത് കാണിച്ച ഇങ്ങനെ വിശ്വസിക്കുക എന്ന് പറയുന്ന ആൾക്കാർ ഞാൻ കേട്ടിട്ടുണ്ട്. ചിലരുടെ സമയം നല്ലതായിരിക്കും. അനുകൂലമായ സമയത്ത് വളരെ അഹങ്കാരത്തോടി വെല്ലുവിളിച്ചൊക്കെ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ കഷ്ടകാലം വരുമ്പോഴേക്കും ഒരു കുടുംബം മൊത്തത്തിൽ നശിച്ചു പോകുന്ന അവസ്ഥയും എൻ്റെ അനുഭവത്തിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ നിരന്തരം കഷ്ടപ്പാടും ദുരിതവും വരുമ്പോൾ ഒരു പരിഹാരം എന്നതിൽ നമ്മൾ ഇതിലൊക്കെ വിശ്വസിക്കണോ വേണ്ടേ എന്നുള്ള ശങ്കയുണ്ടാവും. ജ്യോത്സ്യനെ പോയി കാണും, ജ്യോത്സ്യൻ പ്രശ്നം വയ്ക്കും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. ചിലപ്പോൾ ഇതൊരു മാന്ത്രിക ക്രിയ ആവാം, ചിലപ്പോൾ ഇതൊരു കൈവശം എന്ന് പറഞ്ഞ സാധനം വരാം, ചിലപ്പോൾ ഒരു പ്രാക്ക് ദോഷമായിരിക്കാം, ചിലപ്പോൾ കണ്ണേറ് ദോഷമാവാം. എന്തായിരുന്നാലും അനുഭവത്തിൽ വരുമ്പോൾ ഇതെല്ലാം നമ്മൾ വിശ്വസിക്കേണ്ടി വരും. എത്ര വലിയ ശാസ്ത്രം പറഞ്ഞാലും ആദർശം പറഞ്ഞാലും ജീവിത ദുരിതത്തിന് മുമ്പിൽ അടിപതറിപ്പോകുന്ന എത്രയോ എത്രയോ ആൾക്കാരെ നമുക്ക് നേരിൽ കാണാൻ കഴിയും. നിലവിൽ കണ്ണേറ് ദോഷം നിങ്ങൾക്കുണ്ടോ? ചിലപ്പം പറയും, വീട്ടുകാരെ വിളിക്കുക കണ്ണേറ് ദോഷമാണ്, കമ്പയറാണ് എന്നൊക്കെ നാടൻ ഭാഷയിൽ പറയും. അങ്ങനെ ഉണ്ടെന്ന് തോന്നിയാൽ അതിന് പരിഹാരമുണ്ട്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു വേപ്പിൻ തൈ, ആര്യവേപ്പിൻ തൈ നട്ടുപിടിപ്പിക്കുക. കാരണം അത് എല്ലാ ഭവനങ്ങളിലും ആവശ്യമാണ്.
ഞാൻ ഇതിനെക്കുറിച്ച് ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ട്, ഒരു റിസർച്ച് എന്ന് പറയാം. അനുഭവത്തിൽ ഇതിൽ വിശ്വസിക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ഒന്നല്ല, അനേകം അനേകം പ്രാവശ്യം ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് നോക്കിയതിനു ശേഷമാണ് പറയുന്നത്. ഒന്നോ രണ്ടോ അനുഭവത്തിലൂടെ അല്ല പറയുന്നത്. അത്തരം പരീക്ഷണങ്ങളിലൊന്ന്, നമുക്ക് കണ്ണേറുണ്ടെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ വെളിദോഷം ഉണ്ടെന്നൊക്കെ തോന്നിയാൽ ഈ ആര്യവേപ്പിൽ ചെന്ന് പിടിച്ചിട്ട് അത് നമ്മുടെ കർമ്മദോഷം അല്ലെങ്കിൽ വെളിദോഷം അത് വലിച്ചെടുക്കാൻ, അതിനോട് ആവാഹിച്ചെടുക്കാൻ നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ആ ആര്യവേപ്പ് നമ്മുടെ കർമ്മദോഷത്തെ അല്ലെങ്കിൽ ആ വെളിദോഷത്തെ അത് വലിച്ചെടുക്കും എന്നൊരു സങ്കല്പമുണ്ട്. ഇത് കൃത്യമാണെങ്കിൽ നിങ്ങൾക്ക് അത്രയേറെ വെളിദോഷവും ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ ആര്യവേപ്പ് കുറച്ച് നാളിനകത്തിന് പട്ടു പോകുന്നതായിട്ട് കാണാൻ പറ്റും. ചിലപ്പോൾ അത് ചെറിയ വെളിദോഷവും കഷ്ടപ്പാടും ദുരിതമൊക്കെയാണ് അത് വലിച്ചെടുക്കണമെങ്കിൽ അത് കുറച്ച് നാൾ ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോയിട്ട് പിന്നെ രക്ഷ പ്രാപിക്കുന്നതും കണ്ടിട്ടുണ്ട്. ഇതൊരു പരീക്ഷണത്തിന് വേണ്ടി പറഞ്ഞതാണ്. ഞാൻ പരീക്ഷണം നടത്തി വിജയിച്ചിട്ടുണ്ട്. പല ആൾക്കാരുടെ ഉപദേശം കൊടുത്തിട്ട് അവർ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിച്ച് നോക്കാം, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. പിന്നെ ഉള്ളത് സാധാരണ രീതിയിലുള്ള ചെറിയ ദോഷവും കണ്ണേറ് കമ്പേറൊക്കെ പറയുന്നതാണെങ്കിൽ നമുക്ക് ഒരു കർപ്പൂരമൊക്കെ തലയ്ക്കൊഴിഞ്ഞ് രാത്രി കിടക്കുന്നതിന് മുമ്പ് വീടിൻ്റെ പടിയിൽ കൊണ്ടുവച്ചിട്ട് ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് കത്തിക്കുക. ഇതൊരു ചെറിയൊരു പരിഹാരമായി പരമ്പരയായി കണ്ടുവരുന്ന ഒരു സാധനമാണ്. അത് സക്സസ് ആണെന്ന് പറയാം. പക്ഷെ അനുഭവത്തിൽ നിങ്ങൾക്ക് വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. നമ്മുടെ അനുഭവത്തിനാണല്ലോ പ്രാധാന്യം. ആ അനുഭവം നല്ല അനുഭവം തരുന്നുവെങ്കിൽ, റിസൾട്ട് നല്ലതാണെങ്കിൽ, നമുക്ക് ഇത്തരം പരിഹാരങ്ങളൊക്കെ ഉപയോഗിച്ച് നോക്കുന്നതിൽ എന്താ തെറ്റ്? കടുത്ത കൈവശം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? കൈവശമുണ്ട്, കൈവശം ഛർദ്ദിച്ച് കളയുക, അത്തരത്തിൽ ഒരുപാട് കേരളത്തിൽ കുറച്ച് അമ്പലങ്ങളൊക്കെ അത്തരത്തിലുണ്ട്. കേരളത്തിൽ പ്രധാനമായിട്ട് അറിയപ്പെടുന്ന ഒന്ന് ചേർത്തലയ്ക്ക് അടുത്തായിട്ട്, ചേർത്തല റെയിൽവേ സ്റ്റേഷൻ അടുത്തായിട്ട് തിരുവഴ എന്ന സ്ഥലത്ത് ഒരു ശിവക്ഷേത്രമുണ്ട്. അവിടെ വൈകുന്നേരം ഒരു 3 മണിക്കകത്ത് എത്തുകയാണെങ്കിൽ അവിടെ റൂം എടുത്ത് താമസിച്ച് ബുക്ക് ചെയ്ത് രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസം രാവിലെ ആ അമ്പലത്തിൽ നമുക്കൊരു മരുന്ന് തരും. ആ മരുന്ന് കഴിച്ചതിന് ശേഷം അമ്പലത്തിൽ ചുറ്റും അവർ നടക്കാൻ പറയും. ഒരുപാട് പേര് കാണും കേട്ടോ. പല പ്രമുഖരായിട്ട് ആൾക്കാർ അവിടെ ഉണ്ട്. സിനിമാക്കാർ വരാറുണ്ട്, IPS IAS അങ്ങനെ പല പല കാറ്റഗറിപ്പെട്ട ആൾക്കാരൊക്കെ അവിടെ വരുന്നതായിട്ട് എനിക്കറിയാം. അങ്ങനെ മൊത്തം കറങ്ങി വന്ന് കഴിയുമ്പോഴേക്കും നമ്മളൊന്ന് ഛർദ്ദിക്കും. എനിക്ക് തോന്നുന്നത് ആയുർവേദത്തിൻ്റെ രഹസ്യ കൂട്ടുകൾ ആയിരിക്കാം, രസവിദ്യയുമായി ബന്ധപ്പെട്ടായിരിക്കാം, ഇനി അമ്പലത്തിലെ വിശ്വാസങ്ങളനുസരിച്ച് അത്ഭുതങ്ങളായിരിക്കാം. എന്തായാലും ഗുണകരമാണെങ്കിൽ ഉപയോഗിച്ച് നോക്കാമല്ലോ. അപ്പോൾ അവിടെ ചെന്ന് ഈ മരുന്ന് കഴിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ വലിയ ഉയർച്ച ഉണ്ടായതായി നേരിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ദുരിതങ്ങൾ മാറി, കഷ്ടപ്പാടുകൾ മാറി, പൊടുന്നനെയുള്ള ചേഞ്ചസ് പലർക്കും വന്നിട്ടുണ്ട്. പലരും ഇത് പുറത്ത് പറയാറില്ല. കാരണം എന്താണ്? ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് പറയുമോ ഇത്രയും വലിയ അന്ധവിശ്വാസിയോ, ഇതൊക്കെ വെറുതെ ഈ കാലഘട്ടത്തിലോ എന്നൊക്കെ പറയും. ഈ പറഞ്ഞിരിക്കുന്ന നിരീശ്വരവാദിയുടെയും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും യുക്തിവാദിയുടെയൊക്കെ കുടുംബത്തിൽ സംഭവിക്കുമ്പോൾ അവരുടെ വീട്ടുകാർ ബുദ്ധിയുള്ളവരാണെങ്കിൽ ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കില്ലേ? പലതും ശ്രമിക്കുന്നേ, ഇതൊക്കെ രഹസ്യമായിട്ട് വയ്ക്കുന്നതാണ്. ഇവിടെ അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അല്ല പറയുന്നത്. ഒരു മാർഗമുണ്ട്. എന്തോ ആയുർവേദത്തിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു അമ്പലത്തിലൂടെ നടക്കുന്നുണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്തരം അനുഭവത്തിൽ വരികയോ ജ്യോത്സ്യൻ പ്രശ്നം വെച്ച് പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് അവിടെ എത്തിയാൽ മതി. തലേന്ന് പോകണം. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ തിരുവഴ അമ്പലത്തിൻ്റെ നമ്പർ കിട്ടും. വിളിച്ച് ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്യാം. വലിയ ചിലവൊന്നുമില്ല. അടുത്ത ദിവസം വൈകുന്നേരം തന്നെ വീട്ടിലേക്ക് തിരികെ പോകാൻ കഴിയുന്നതാണ്. ഇതല്ലാതെ അനേകം മാർഗങ്ങൾ പരമ്പരയായി മുത്തശ്ശി കഥ പോലെ നമുക്ക് പകർന്നു കിട്ടിയിട്ടുണ്ട്. ചില കടകളിൽ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു നാരങ്ങ എടുത്തിട്ടേയും ആ നാരങ്ങ പൊന്തി വരുന്നതും താഴ്ന്നു വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വെളിദോഷമുണ്ടെങ്കിൽ പരിഹാരമുണ്ടെന്നുള്ള വിശ്വാസമുണ്ട്. പിന്നെ ചീനക്കാരം എന്നൊരു വെളുത്ത വസ്തുവുണ്ട്. ചീനക്കാരം പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ അറിയുമെന്നറിയില്ല. അങ്ങനെ ഒരു ഉപ്പിൻ്റെ അംശമുള്ള ചീനക്കാരം എന്ന സാധനമുണ്ട്.
അത് വാങ്ങി കെട്ടിയിടുന്നത് ഉചിതമായി കാണുന്നുണ്ട്. അസൂയ, കുശുമ്പ് ഇതൊക്കെ മനുഷ്യ സഹജമാണ്. ഇതൊക്കെ ഇല്ലാത്തവർ വളരെ കുറവാണ്. അങ്ങനെ പലർക്കും അസൂയയും കുശുമ്പൊക്കെ പലരോടും തോന്നാം. അത് ചിലപ്പം വേറൊരാൾക്ക് ബാധിക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ഒരു വിശ്വാസമായിരിക്കാം. ഇത്തരം വെളിദോഷങ്ങളും കർമ്മദോഷങ്ങളും തിരിച്ചറിഞ്ഞ് നമ്മുടെ ചെറിയ ചെറിയ പരിഹാരങ്ങൾ, നമ്മുടെ പൂർവികമായി നമുക്ക് കിട്ടിയ അറിവിനനുസരിച്ചുള്ള ചെറിയ ചെറിയ പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള നിങ്ങളുടെ റിസൾട്ടും ദയവായി കമൻറ്റ് ചെയ്യുക. മികച്ച ജീവിത സൗഭാഗ്യങ്ങൾ നേടുവാൻ ഏവർക്കും ജഗദീശ്വരൻ അനുഗ്രഹം ചൊരിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുക. നമസ്തേ.